നമുക്ക് ഈ ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. അപ്പോൾ അതിനു മുന്നേ ആയിട്ട് നമുക്ക് ഡോട്ട് പ്രൊഡക്റ്റ്, ക്രോസ് പ്രൊഡക്റ്റ്, അതുപോലെ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് അതൊക്കെ എന്താണെന്ന് നമുക്കൊന്ന് റിവൈസ് ചെയ്തെടുക്കാം. നിങ്ങൾ ഓൾറെഡി +2 ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഡോട്ട് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വെക്ടറിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് നമ്മൾ എങ്ങനെ കാണുന്നു. അപ്പോൾ എ എന്ന് പറഞ്ഞൊരു വെക്ടർ ഉണ്ട്, അതുപോലെ ബി എന്ന് പറഞ്ഞ വെക്ടർ ഉണ്ട്. ഇതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എങ്ങനെ കാണും? ഇത് നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ്. അപ്പോൾ വെക്ടർ എ എന്ന് പറയുന്നത് A1i പ്ലസ് A2j പ്ലസ് A3kയും ബി എന്ന് പറയുന്നത് B1i പ്ലസ് B2j പ്ലസ് B3k ആണ് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ ഡോട്ട് ബി എന്ന് പറയുന്നത് എന്ത് വരും? ഇതിന്റെ കമ്പോണന്റുകൾ മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. ഇത് അപ്പോൾ A1 B1 പ്ലസ് A2 B2 പ്ലസ് A3 B3. അപ്പൊ ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനിയിപ്പോ ഇതേ വെക്ടറിന്റെ എ ബിന്റെ ക്രോസ് പ്രൊഡക്റ്റ് നമ്മൾ കാണാൻ പോകുന്നെങ്കിൽ എ ക്രോസ് ബി ആണ് നമുക്ക് കാണേണ്ടതെങ്കിൽ അതെങ്ങനെ ചെയ്യും? അതെന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഓഫ് ഐ ജെ കെ, പിന്നെ എയിലെ എലമെന്റ്സ് A1 A2 A3, പിന്നെ ബിയിലെ കമ്പോണൻസ് B1 B2 B3. അപ്പൊ ഈ ഡിറ്റർമിനന്റ് ആയിരിക്കും. ഡിറ്റർമിനന്റ് കാണാൻ നമുക്കറിയാം. ഈ ഡിറ്റർമിനന്റിന്റെ വാല്യൂ ആയിരിക്കും എ ക്രോസ് ബി എന്ന് പറയുന്നത്. അപ്പൊ ഡിറ്റർമിനന്റ് കാണുമ്പോൾ എന്തായാലും ഒരു വെക്ടർ ആയിരിക്കും. എ ക്രോസ് ബി എന്ന് പറയുന്നത് വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. ഇനി നമുക്ക് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. ഇപ്പൊ ഒരു വെക്ടറും കൂടെ നമുക്ക് എഴുതാം. സി എന്ന് പറഞ്ഞ ഒരു വെക്ടറും കൂടെ ഉണ്ടെന്ന് ചോദിക്കാം. C1i പ്ലസ് C2j പ്ലസ് C3k എന്ന് പറഞ്ഞ ഒരു വെക്ടറും കൂടെ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നതാണ് ABC. സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ എ ഡോട്ട് ബി ക്രോസ് ആണ് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ്. ഇത് നേരെ തിരിച്ചായാലും പ്രശ്നമില്ല. എ ക്രോസ് ബി ഡോട്ട് സി ആണെങ്കിലും വാല്യൂ ഒന്ന് തന്നെയാണ് വരിക. അപ്പൊ ഇത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഫസ്റ്റ് നമ്മൾ ഡിറ്റർമിനന്റ് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഫസ്റ്റത്തേല് IJK അല്ല എഴുതുന്നത്, അതിന് പകരം ഫസ്റ്റത്തെ ഇതിലെ കമ്പോണന്റുകൾ A1 A2 A3, അടുത്ത രണ്ടാമത്തേലെ കമ്പോണന്റ് B1 B2 B3, അടുത്ത മൂന്നാമത്തെ കമ്പോണന്റ് C1 C2 C3. അപ്പൊ ഈ ഡിറ്റർമിനന്റ് വാല്യൂ ആണ് സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. എ ഡോട്ട് ബി ക്രോസ് എന്ന് പറയുന്നത് ഇതായിരിക്കും, ഇതിന്റെ ഡിറ്റർമിനന്റ്. അപ്പൊ ഇത് അറിഞ്ഞിരുന്നാൽ നമുക്ക് പ്രോബ്ലംസ് ചെയ്യാം. റൂള് വെച്ചിട്ട് നമുക്ക് ബാക്കി എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമ്മുടെ പ്രോബ്ലം ഇതാണ്. ലെറ്റ് വെക്ടർ ആർ ഓഫ് ടി ഈക്വൽ ടു TI പ്ലസ് T സ്ക്വയർ J പ്ലസ് T ക്യൂബ് K, then find d by dt of r of t dot r dash of t cross r double dash of t. അപ്പൊ ഇതെന്ന് പറഞ്ഞതാ r dot r dash r double dash ന്റെ ക്രോസ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിന്റെ ഡെറിവേറ്റീവ് ഉദ്ദേശിക്കുന്നത് അല്ലെ. സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ നമ്മൾ ആദ്യം എന്താ കണ്ടുപിടിക്കണം? r ഡാഷും r ഡബിൾ ഡാഷും കണ്ടുപിടിക്കണം. എന്നിട്ട് ഇത് കണ്ടുപിടിക്കണം. അതിനുശേഷം ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് r ഡാഷ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് r ഓഫ് ടി തന്നിട്ടുണ്ട്. ഗിവൺ r ഓഫ് ടി ഈക്വൽ ടു TI പ്ലസ് T സ്ക്വയർ J പ്ലസ് T ക്യൂബ് K, then r ഡാഷ് ഓഫ് ടി ഇങ്ങനെ കാണാം. dr ബൈ dt എന്ന് പറയുന്ന ഓരോ കമ്പോണന്റിന്റെ ഡെറിവേറ്റീവ് ആണ് അല്ലെ. അപ്പോൾ d ബൈ dt ഓഫ് ടി എന്ത് വരും? 1. അപ്പൊ അവിടെ i വരും. d ബൈ dt ഓഫ് ടി സ്ക്വയർ 2TJ, d by dt of t cube 3t square k. അടുത്തത് r ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ d r ഡാഷ് ബൈ dt. ഇതിന്റെ ഡെറിവേറ്റീവ് ഇവിടെ 1 ആണ്. 1ന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ നമ്മൾ i കമ്പോണന്റ് ഇവിടെ ഇല്ല, അവിടെ 0 ആണ്. ഇനി അടുത്തത് j കമ്പോണന്റ് 2tന്റെ ഡെറിവേറ്റീവ് 2j, 3t സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് 3 × 2 6tk. അപ്പൊ അതാണ് r ഡബിൾ ഡാഷ് ഓഫ് ടി. ഇനി നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വെക്ടർ r ഓഫ് ടി
ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി. ഇതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഇത് കണ്ടുപിടിക്കാൻ നമുക്ക് സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആണ് നമ്മൾ പഠിച്ചു തരണം. ഇതെന്ന് പറഞ്ഞാൽ സ്കെയിലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് ആണ് എന്ന് വെച്ചാൽ ഡിറ്റർമിനന്റ് ഓഫ് ആർ ഓഫ് ടിയിലെ എലമെന്റ്സ്. ആർ ഓഫ് ടിന്റെ കോഎഫിഷ്യന്റുകൾ എന്തൊക്കെയാ? ടി, ടി സ്ക്വയർ, ടി ക്യൂബ്. അടുത്ത ആർ ഡാഷ് ഓഫ് ടി, അവിടെ 1, 2t, 3t സ്ക്വയർ. അടുത്ത ആർ ഡബിൾ ഡാഷ്, ഇവിടെ 0 ആണ്. ജെന്റെ കമ്പോണന്റ് 2, കെന്റെ കമ്പോണന്റ് 60. അപ്പൊ ഈ ഡിറ്റർമിനന്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിന്റെ വാല്യൂ കിട്ടും. അപ്പൊ ഡിറ്റർമിനന്റ് കാണാം. ഇത് വരും t ഇൻറ്റു 2t ഇൻറ്റു 60. അപ്പൊ 12t സ്ക്വയർ വരും അല്ലേ? 12t സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 2 6t സ്ക്വയർ മൈനസ് ടി സ്ക്വയർ ഇൻറ്റു 60. ഇവിടെ 0 അല്ലേ? ടി സ്ക്വയർ ഇൻറ്റു 60 പ്ലസ് ടി ക്യൂബ് ഇൻറ്റു 1 ഇൻറ്റു 2 അല്ലെ? ഇത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇതിനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 12t സ്ക്വയർ മൈനസ് 6t സ്ക്വയർ എന്ന് പറയുമ്പോൾ 6t സ്ക്വയർ, 6t സ്ക്വയർ ഇൻറ്റു ടി 6t ക്യൂബ്. ഇവിടെ എന്ത് വരും? മൈനസ് 6t ക്യൂബ്, ഇവിടെ പ്ലസ് 2t ക്യൂബ്. അപ്പൊ ഇത് രണ്ടും കൂടെ ക്യാൻസൽ ആയ ആൻസർ നമുക്ക് കിട്ടുക 2t ക്യൂബ്. ഇതാണ് നമ്മുടെ ഇതിന്റെ വാല്യൂ കിട്ടുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്താൽ മതി? ഹെൻസ് ഡി ബൈ ഡി ടി ഓഫ് ആർ ഓഫ് ടി ഡോട്ട് ആർ ഡാഷ് ഓഫ് ടി ക്രോസ് ആർ ഡബിൾ ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് എന്ത് വരും? ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ്, ഇപ്പൊ കിട്ടിയ വാല്യൂ 2t ക്യൂബ്. 2t ക്യൂബിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു 2 6 t റേസ് ടു 3 മൈനസ് 1 t സ്ക്വയർ. 6t സ്ക്വയർ ആണ് നമ്മുടെ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇത് ഡയറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻസ് ഉണ്ട് നമുക്ക്. പക്ഷെ അതൊന്നും നമ്മളിപ്പോ പഠിക്കുന്നില്ല. ഇപ്പൊ നമ്മൾ കറക്റ്റ് ഡെഫിനേഷൻ വെച്ച് വാല്യൂ കണ്ടുപിടിച്ചിട്ട് ഡെറിവേറ്റീവ് കാണുന്ന മെത്തേഡ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. നെക്സ്റ്റ് പ്രോബ്ലം ഇതാണ്. ലെറ്റ് r1 of t equal to cos t I plus sin t j plus tk and r2 of t equal to I plus tk. Then verify d by dt of r1 of t cross r2 of t equal to dr1 by dt cross r2 of t plus r1 of t cross dr2 by dt. അപ്പൊ നമ്മുടെ ക്രോസ് പ്രൊഡക്റ്റ് റൂള് വെരിഫൈ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ വാല്യൂ കണ്ടുപിടിക്കുക, അതുപോലെ ഈ വാല്യൂ കണ്ടുപിടിക്കുക, രണ്ടും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ അതിനായിട്ട് നമുക്ക് ചെയ്തു നോക്കാം. നമ്മൾ ഫസ്റ്റ് r1 r2 അറിയാം. അപ്പൊ അതിന്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഫസ്റ്റ് കാണാൻ പോകുന്നത്. r1 ക്രോസ് r2. അപ്പൊ വെക്ടർ r1 ക്രോസ് r2 എന്ന് പറയുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ഡിറ്റർമിനന്റ് ഓഫ് i j k, പിന്നെ r1ലെ എലമെന്റ്സ് cos t sin t t, r2ലെ എലമെന്റ്സ് iന്റെ കമ്പോണന്റ് 1 ആണ്, jന്റെ കമ്പോണന്റ് 0, kന്റെ കമ്പോണന്റ് t. ഇതിന്റെ ഡിറ്റർമിനന്റ് ആണ് എടുക്കാൻ പോകുന്നത്. അപ്പൊ i ഇൻറ്റു t ഇൻറ്റു സൈൻ ടി ഇത് വരും t സൈൻ ടി മൈനസ് ഇവിടെ 0. ഇനി അടുത്ത ടൈം മൈനസ് j ഇൻറ്റു t കോസ് ടി മൈനസ് 1 ഇൻറ്റു ടി പ്ലസ് k ഇൻറ്റു 0 മൈനസ് സൈൻ ടി. അപ്പം മൈനസ് സൈൻ ടി എന്ന് വരും അല്ലേ? അപ്പൊ നമുക്ക് ഈ വാല്യൂ എടുത്തു കഴിഞ്ഞാൽ
ടി സൈൻ ടി ഐ മൈനസ് ടി കോസ് ടി മൈനസ് ടി ജെ മൈനസ് സൈൻ ടി കെ. അതാണ് R1 ക്രോസ് R2ന്റെ വാല്യൂ നമുക്ക് കിട്ടിയത്. ഇനി നമ്മൾ ഇതിന്റെ ഡെറിവേറ്റീവ് എടുക്കാം. Then d by dt of R1 ക്രോസ് R2 കണ്ടുപിടിക്കുക. എന്ത് വരും? ആദ്യം ഇതിന്റെ ഡെറിവേറ്റീവ് എല്ലാം കൂടെ കണ്ടാൽ മതി. അപ്പൊ ടി സൈൻ ടിന്റെ ഡെറിവേറ്റീവ് അല്ലെ, ഡി ബൈ ഡി ടി ഓഫ് മൊത്തത്തിൽ എഴുതാം, ടി സൈൻ ടി ഐ മൈനസ് ടി കോസ് ടി മൈനസ് ടി ജെ മൈനസ് സൈൻ ടി കെ. ഇവിടെ നമ്മൾ പ്രൊഡക്റ്റ് റൂളൊക്കെ യൂസ് ചെയ്യണം. ഫസ്റ്റ് കമ്പോണന്റിന്റെ ഡെറിവേറ്റീവ് കാണുക, പിന്നെ ഐ കൊടുക്കുക, അടുത്ത കമ്പോണന്റിന്റെ ഡെറിവേറ്റീവ് കാണുക, ജെ കൊടുക്കുക, അടുത്ത കമ്പോണന്റിന്റെ ഡെറിവേറ്റീവ് കാണുക, കെ കൊടുക്കുക. അങ്ങനെ ചെയ്യണം. അപ്പൊ ടി സൈൻ ടിന്റെ ഡെറിവേറ്റീവ് എന്താണ്? ടി സൈൻ ടിന്റെ ഡെറിവേറ്റീവ് ആണ് ഡെറിവേറ്റീവ് ഓഫ് ടി ഇൻറ്റു സൈൻ ടി. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ടി എന്ന് പറയുമ്പോൾ 1 ഇൻറ്റു സൈൻ ടി പ്ലസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് സൈൻ ടി. അപ്പൊ ടി കോസ് ടി ഐ മൈനസ് ഈ ടൈമിന്റെ ഡെറിവേറ്റീവ് ആണ്, മൈനസ് ടി കോസ് ടിന്റെ ഡെറിവേറ്റീവ് ആണ്. അപ്പൊ ഡെറിവേറ്റീവ് ഓഫ് ടി ഇൻറ്റു കോസ് ടി, അപ്പൊ കോസ് ടി വരും, പ്ലസ് ടി ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി എന്ന് പറയുമ്പോൾ ഡെറിവേറ്റീവ് ഓഫ് കോസ് ടി എന്ന് പറയുമ്പോൾ മൈനസ് സൈൻ ടി ആണ്. അപ്പൊ മൈനസ് ടി സൈൻ ടി എന്ന് വരും. അപ്പൊ മൈനസ് ആക്കാം ഇവിടെ, മൈനസ് ടി സൈൻ ടി. ഇനി മൈനസ് ടിയുടെ ഡെറിവേറ്റീവ് മൈനസ് 1 ജെ മൈനസ് സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി കെ. ഇതാണ് നമ്മുടെ ഡി ബൈ ഡി ടി ഓഫ് R1 ക്രോസ് R2 കിട്ടിയത്. അപ്പൊ ഇത് ഫസ്റ്റ് ഇക്വേഷൻ ആയിട്ട് എഴുതുക. ഇനി നമ്മൾ ഇതുപോലെ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ഇക്വേഷൻ നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് രണ്ടാമത് നമ്മൾ രണ്ടും ഈക്വൽ ആണോ നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? dR1 ബൈ ഡി ടി ആദ്യം കണ്ടുപിടിക്കണം. dR1 ബൈ ഡി ടി എന്നുവെച്ചാൽ R1 എന്തായിരുന്നു? R1 എന്ന് പറഞ്ഞ വെക്ടർ കോസ് ടി ഐ പ്ലസ് സൈൻ ടി ജെ പ്ലസ് ടി കെ. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ എന്ത് വരും? ആദ്യം കോസ് ടിന്റെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ ടി ഐ പ്ലസ് സൈൻ ടിന്റെ ഡെറിവേറ്റീവ് കോസ് ടി ജെ പ്ലസ് ടി കെന്റെ ഡെറിവേറ്റീവ് ടിന്റെ ഡെറിവേറ്റീവ് 1. ഓക്കെ, അപ്പൊ അതാണ് dR1 ബൈ ഡി ടി. ഇനി അടുത്തത് dR1 ബൈ ഡി ടി ക്രോസ് R2 കണ്ടുപിടിക്കണം. അതാണല്ലോ നമ്മുടെ ഫസ്റ്റ് ടൈം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ അതിലെ വെക്ടേഴ്സ് ചെയ്ത ഐ ജെ കെ. ഇതിലെ വാല്യൂസ് നമുക്കിപ്പോ കിട്ടി മൈനസ് സൈൻ ടി കോസ് ടി 1. R2ന്റെ വാല്യൂസ് നമുക്കറിയാം 1 0 t. അപ്പൊ ഈ ഡിറ്റർമിനന്റ് കാണാം, which is equal to I into t cos t minus 0 വരിക, മൈനസ് ജെ ഇൻറ്റു മൈനസ് ടി സൈൻ ടി മൈനസ് 1 പ്ലസ് കെ ഇൻറ്റു മൈനസ് സൈൻ ടി ഇൻറ്റു 0 0 മൈനസ് കോസ് ടി. അപ്പൊ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ടി കോസ് ടി ഐ. ഇവിടെ നമുക്ക് ഈ മൈനസ് എല്ലാം കൂടെ എടുത്ത് പ്ലസ് ആക്കാം. ഇവിടെ എവിടെയൊക്കെ മൈനസ് ആണ്. അപ്പൊ പ്ലസ്
1 plus t sin t j minus cos t k. ഇതാണ് നമ്മുടെ ഈ വാല്യൂ. ഇനി അടുത്ത് എന്ത് ചെയ്യണം? dr2 by dt കണ്ടുപിടിക്കണം. dr2 by dt. എന്നുവെച്ചാല് d by dt of r2 എന്ന് പറയുന്നത് എന്തായിരുന്നു? I plus tk ആയിരുന്നു. അപ്പൊ അതിന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ ഇവിടെ അതിന്റെ കോഎഫിഷ്യന്റ് 1 ആണ്. 1ന്റെ ഡെറിവേറ്റീവ് 0. അപ്പൊ ആ ടൈം ഇല്ല, ജെന്റെ ടൈം ഇല്ല. കെന്റെ ടൈം t ആണ്, അതിന്റെ ഡെറിവേറ്റീവ് 1. അപ്പൊ k മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിൽ നിന്ന് കണ്ടുപിടിക്കേണ്ടത് r1 ക്രോസ് dr2 by dt. അപ്പൊ അതിന് ഡിറ്റർമിനന്റ് ഓഫ് i j k. r1 എന്ന് പറഞ്ഞ വെക്ടർ എന്തായിരുന്നു? അതിന്റെ കോഎഫിഷ്യന്റ് എഴുതാം. കോസ് ടി സൈൻ ടി ടി. ഇവിടെ ഇതിന്റെ dr2 by dt കോഎഫിഷ്യന്റ്, അതിന്റെ കോഎഫിഷ്യന്റ് 0, ജെന്റെ കോഎഫിഷ്യന്റ് 0, കെന്റെ കോഎഫിഷ്യന്റ് 1. അപ്പൊ ഈ ഡിറ്റർമിനന്റ് കാണുമ്പോൾ എന്ത് വരും? i ഇൻറ്റു സൈൻ ടി. സൈൻ ടി ഐ. അടുത്ത ടൈം ജെ ഇൻറ്റു മൈനസ് ജെ ഇൻറ്റു കോസ് ടി മൈനസ് 0 ആണ് അല്ലെ അവിടെ. ഇനി പ്ലസ് കെ ഇൻറ്റു കെന്റെ കൂടെയുള്ള ടൈമൊക്കെ 0 ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ വാല്യൂ വരിക. ഇനി എന്ത് ചെയ്യണം? അത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നത് തന്നെയാണ് നമുക്ക് ഫസ്റ്റത്തെ ഇക്വേഷനിൽ കിട്ടിയെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ അത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കിയാൽ നമുക്ക് എന്ത് കിട്ടും നോക്കാം. Therefore, dr1 by dt cross r2 plus r1 cross dr2 by dt കണ്ടുപിടിക്കാം. നമുക്ക് കിട്ടിയ രണ്ട് വാല്യൂസ് ആഡ് ചെയ്യാം. ആഡ് ചെയ്യാനായിട്ട് t cos t I plus t sin t plus 1 j minus cos t k plus അടുത്ത ടൈം sin t I minus cos t j. അപ്പൊ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യാം. നമുക്ക് അതിന്റെ കമ്പോണന്റ് എല്ലാം ഒരുമിച്ച് എടുക്കാം. sin t plus t cos t I. ഇനി ജെന്റെ ടൈം ഒരുമിച്ചെടുക്കാം. അപ്പോൾ നമുക്കിവിടെ മൈനസ് കൊടുക്കും. മൈനസ് കോസ് ടി, ഇതിനൊക്കെ മൈനസ് ആവും. മൈനസ് ടി സൈൻ ടി മൈനസ് 1 ജെ മൈനസ് കോസ് ടി. ഇത് തന്നെയാണോ ഇക്വേഷൻ 1 കിട്ടിയേക്കുന്നത്? നമുക്ക് ചെക്ക് ചെയ്യാലോ. അപ്പൊ ഫ്രം ഇക്വേഷൻ 1, ഇത് ഇക്വേഷൻ 2 ആയിട്ട് കൊടുക്കുക. ഫ്രം ഇക്വേഷൻ 1 and 2 അത് രണ്ടും ഈക്വൽ ആണ് നമുക്ക് കിട്ടുക. ഫ്രം ഇക്വേഷൻ 1 and 2 d by dt ഓഫ് r1 ക്രോസ് r2 എന്ന് പറയുന്നത് എന്ത് കിട്ടും? dr1 by dt ക്രോസ് r2 of t plus r1 of t cross d r2 by dt. അപ്പൊ ഇതേപോലെ തന്നെ നമുക്ക് സെയിം വെക്ടറിന് ഡോട്ട് പ്രൊഡക്റ്റിന്റെ കേസും നമുക്ക് പ്രൂവ് ചെയ്യാം. d by dt ഓഫ് r1 ഡോട്ട് r2 നമുക്ക് ആ റിസൾട്ട് വെച്ച് വെരിഫൈ ചെയ്യാം. അത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കുക, അസൈൻമെന്റ് ആയിട്ട് ചെയ്തു നോക്കുക. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇതാണ്. d by dt ഓഫ് r1 ക്രോസ് r2 എന്ന് പറയുന്നത് എങ്ങനെ കിട്ടും? dr1 by dt ക്രോസ് r2 of t പ്ലസ് r1 of t ക്രോസ് dr2
ബൈ dt. അതെപ്പോഴും ഇങ്ങനെയായിരിക്കും. അപ്പൊ നമ്മളതൊന്ന് വെരിഫൈ ചെയ്തോളൂ. നിങ്ങളോട് ജസ്റ്റ് ഇതിന്റെ വാല്യൂ കാണാനേ പറഞ്ഞിട്ടുള്ളെങ്കിൽ നിങ്ങൾ ഇത് കണ്ടാൽ മതി. വെരിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം ഇത് രണ്ടും കണ്ടിട്ട് ഇക്വേറ്റ് ചെയ്താൽ മതി. നിങ്ങൾക്ക് ഏത് മെത്തേഡിൽ വേണമെങ്കിലും ചെയ്യാം, ഡയറക്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇക്വേഷൻ വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് മെത്തേഡ് വേണമെങ്കിലും ചെയ്യാം. റൂൾസ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം എന്ന് മാത്രം.